കൃഷിയുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പോട്ടി മിക്സ് എങ്ങനെ ഞാൻ റെഡിയാക്കേണ്ട രീതിയാണ് കേട്ടോ. പോട്ടി മിക്സ് അതായത് ഞാനിതിൽ ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ. ട്രീറ്റ് ചെയ്തെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കുമ്മായിട്ട് മാത്രമല്ല ട്രീറ്റ് ചെയ്തേക്കണത്. ഇത് ഇപ്രാവശ്യം ഞാൻ പുതിയ വേറൊരു രീതിയിലും കൂടെ ചെയ്തു. എന്നാന്ന് വെച്ചാൽ ഇത് മണ്ണ് ഞാൻ കുമ്മായിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പുട്ടുപൊടിയുടെ നനവിൽ നിരത്തിയിട്ട് കട്ടി കുറച്ച് നിരത്തിയിട്ടതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് വിരിച്ച് വെച്ചു. എന്നിട്ട് ചുറ്റും അതിനകത്ത് മഴ പെയ്താൽ വെള്ളം കയറാതിരിക്കാനും പിന്നെ നനവ് കൂടുതലും എന്താ പറയുക വായുവൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് 4 സൈഡും നല്ല ഉറപ്പാക്കി വെച്ചു. അതിന് ശേഷം ഞാനിതിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞു കേട്ടോ. 2 ആഴ്ച അല്ല, അതിൽ കൂടുതലായി. അത് ഞാനിങ്ങനെ റെഡിയായി ഇങ്ങനെ കൂട്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഡോളോമെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡോളോമെറ്റ് പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഇത് പ്രോം എന്ന് പറഞ്ഞൊരു വളമാണ്. ഇത് വളക്കടയിൽ കിട്ടുന്നതല്ല, എനിക്കിവിടെ BAPCKയുടെ കൃഷി ഇതിൽ കിട്ടിയേക്കുന്ന സാധനമാണ് കേട്ടോ. അവിടെ സബ്സിഡി പോലെ ഇടയ്ക്ക് ഇങ്ങനെ വരും, അങ്ങനെ കിട്ടിയതാണ് ഈ പ്രോം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഫോസ്ഫറസിൻ്റെ ഒരു കലവറയാണ് ഈ പ്രോമിനകത്ത്, മനസ്സിലായി? ഇത് ഫോസ്ഫറസ് ആണ് ഇതിനകത്ത് കൂടുതലും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഉമ്മിക്കരിക്കകത്ത് ഈ കോഴി വേസ്റ്റ് ഇട്ട് 45 ദിവസം വെച്ച് റെഡിയാക്കി എടുത്ത വളമാണ് കേട്ടോ. ഉമ്മിക്കരിക്കകത്ത് കോഴി വേസ്റ്റും കൂടെ ചേർത്ത് 45 ദിവസം വെച്ചേക്കും. 45ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല അതിനകത്ത് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു വളക്കൂട്ടാണ്. അപ്പോൾ അത് നല്ലൊരു വളമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടത് ജൈവവളമാണ് കേട്ടോ. ഞാനിവിടെ ഓർഡർ ചെയ്ത് വരുത്താറുള്ളൊരു ജൈവവളമാണ്. അതിന് പകരം നമുക്ക് അടുക്കള വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ്, നമ്മളുണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അത് മതി, അതായാലും മതി. അതാണിത്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ സൈഡിൽ വാമാണ് കേട്ടോ. കുറച്ച് വാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വാം. പിന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ 1 ടേബിൾ സ്പൂൺ മൈക്രോ ന്യൂട്രിയൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മണ്ണേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ 1 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ചുകൂടെ വേണം ചേർക്കാൻ കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് വെജിറ്റബിൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് കേട്ടോ. ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. മാത്രമല്ല ഇതിപ്പോൾ എനിക്ക് വെജിറ്റബിൾ സ്പെഷ്യൽ ഞാനിവിടെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. BAPCKയുടെ ഓഫീസിൽ ഞാൻ അവിടുത്തെ അസിസ്റ്റൻറ്റ് മാനേജർ എനിക്ക് അവിടെ ഓർഡർ ചെയ്ത് എനിക്ക് റെഡിയാക്കി തന്ന സാധനമാണിത്. നമ്മുടെ അവിടെ BAPCK കിട്ടും. ഇത് ഹെഡ് ഓഫീസ് നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈ സാധനം ഉണ്ട്. ഇത് പക്കാ ജൈവമാണ് കേട്ടോ. അയർ പോലെ രാസമല്ല, അയർ രാസമാണ്, ഇത് ജൈവമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതും നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതിവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇത് ആട്ടിൻ്റെ കാഷ്ടവും ചാണകവും കൂടെയാണ് കേട്ടോ. ആടിൻ്റെ വളം, ആട്ടിൻ കാഷ്ടവും ചാണകവും കൂടെ ഞാൻ മിക്സാക്കി നല്ല പൊടിയായിട്ട് കിടക്കണം കേട്ടോ. പശു ചവിട്ടി പൊടിച്ചെടുത്തതാണ്. ആടിൻ്റെ തൊഴുത്ത് ഞാൻ 2 ദിവസം ഒന്ന് ക്ലീൻ ആക്കാതെ വെച്ച് കഴിയുമ്പോൾ അത് ചവിട്ടി പൊടിഞ്ഞ് കിട്ടും. അത് ഞാനിങ്ങനെ മിക്സാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സാക്കിയിട്ട് ഇതുപോലെയുള്ള കുപ്പിക്കകത്ത് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. കണ്ടോ, കുപ്പിയുടെ മുട്ടിൽ നിറയെ ദ്വാരങ്ങളാണ്. ഈ ദ്വാരത്തിൽ കൂടെ വേര് താഴേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഇതിങ്ങനെ ഇതിനകത്ത് ഈ പോട്ടി മിക്സ് നമ്മൾ നിറച്ചിട്ട് ഇതുപോലൊരു ബക്കറ്റ് എടുക്കുക. ചട്ടിയോ ബക്കറ്റോ ഗ്രോ ബാഗോ എന്തായാലും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചകിരി കമത്തി കൊടുക്കാം. വെള്ളം വാർന്നു പോയപ്പോൾ ഞാൻ ഓട്ട ഉണ്ടാക്കിയേക്കണടുത്ത് ഞാൻ ഓട്ട് കഷ്ണം നിരത്തിയിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ചകിരിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊന്ന് വെള്ളം വാർന്നു പോകാനൊക്കെ ആയിട്ടുള്ള സംവിധാനം ശരിയായിക്കോളും കേട്ടോ. നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈർപ്പം നിൽക്കുകയും ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കരിയില നിറച്ച് കൊടുക്കാം. കരിയില സെറ്റാക്കി കൊടുക്കാം. മാവിൻ്റെയോ പ്ലാവിൻ്റെയോ
പേരയുടെയോ ഞാൻ തേക്കിൻ്റെ അല്ലാത്ത ബാക്കി എല്ലാ കരിയിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ. തേക്കിൻ്റെ കരിയിലല്ല, മാവിൻ്റെയും പ്ലാവിൻ്റെയും പേരയുടെയും പിന്നെ കരിയിലാണിത്. മൊത്തം ഇട്ട് കൊടുക്കാം. ഇത് ഇതിനകത്ത് കിടന്ന് കമ്പോസ്റ്റ് ആയിക്കോളും കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അങ്ങനെ സെറ്റാക്കി വെച്ചാണ്. പിന്നീട് നമുക്ക് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി, കോഴിവളം, അടുക്കള വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം. ഇത് കമ്പോസ്റ്റ് ആയിക്കോളും അവിടെ കിടന്നേ. നല്ല നനവ് വേണം കേട്ടോ, ഈർപ്പം വേണം. അതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ. ഇതെൻ്റെ വള്ളിത്തക്കാളി, സഹോ തക്കാളിയാണ് കേട്ടോ. അതുപോലെ ചെയ്തേക്കണം. ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടേക്കണതാണ്. ഇത് അതുപോലെ കുപ്പിക്കകത്ത് നമുക്ക് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാം. കണ്ടോ, ഇത് ബക്കറ്റിൽ ചെയ്തേക്കണാണിത്. അതൊക്കെ എല്ലാത്തും കുപ്പിക്കകത്താണ് ചെയ്തേക്കണം കേട്ടോ. പിന്നീട് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതെല്ലാം കുപ്പിക്കകത്താണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രീതിയിലുള്ള വളർച്ച കിട്ടിയിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു പയർ, വള്ളിപ്പയറും കേട്ടോ ചെയ്തേക്കണേ. മുകളിൽ പന്തലുണ്ട്. അല്ലോ, ഇതെല്ലാം ചട്ടിയിലാട്ടോ, കുപ്പിക്കകത്താട്ടോ ചെയ്തേക്കണേ. സൈഡിൽ കോഴിവളം, ആട്ടിൻകാഷ്ടം, ചാണകം, പിന്നെ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കമ്പോസ്റ്റ് ആകുമ്പോഴത്തേക്കും കുപ്പിയുടെ താഴെയുള്ള സുഷിരത്തിൽ കൂടെ വേരിറങ്ങി വന്ന് അത് വലിച്ചെടുത്തോളും. നല്ലൊരു വളർച്ച കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വലിയ രോഗങ്ങളൊന്നും കാണുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ നമുക്ക് മുട്ടത്തോട് പൊടിച്ച് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചൂട് മാറിയില്ല അതിൽ പരാതി വേണ്ട. ഇത് ചൂട് മാറി ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് അതിൻ്റെ വേര് പതുക്കെ ഇറങ്ങി വരുവുള്ളൂ അപ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ആ വളമൊക്കെ നമ്മൾ വലിച്ചെടുത്തോളും, വേര് വലിച്ചെടുത്തോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ബാക്കി നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണ് കൂട്ടി ഞാൻ റെഡിയാക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഈ കരിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്കപ്പോൾ അത് ഉണ്ടാക്കിയത് കൊണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈസിയാണ്. ഇമ്മുക്കരി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബെല്ലൈക്കൺ ടിക്ക് ചെയ്യണേ. ഓക്കെ.